നിങ്ങൾ ആലോചിക്കും, ഇത്രയും പേരായല്ലോ. കേരളത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ മുണ്ടും പൊക്കിക്കൊണ്ട് മറ്റേ ദേവസ്വയിൽ നടന്ന മഹാന്റെ പേരെന്താണ്? അവൻ മറ്റേ ഇതിന്റെ ഐഡിയൽ ജഡ്ജിയുടെ പരസ്യമാണെന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. ആ ശിവൻകുട്ടി എന്ന് പറയപ്പെടുന്ന ആള് വിട്ടില്ല. ഞാനാ തോറ്റ്. എന്റെ ഭാര്യയ്ക്കെങ്കിലും വല്ലതും കിട്ടണ്ടേ? ഭാര്യയാണെങ്കിലോ PG ഗോവിന്ദപിള്ള എന്ന് പറയുന്ന ബുദ്ധിജീവിയുടെ മോളാണ്. അപ്പൊ ഭാര്യയ്ക്ക് വിളിയിട്ടുണ്ട് ഡിവൈഎഫ്ഐക്കാരാ. ശിവൻകുട്ടി താടി തടവിയിട്ട് പോയി വള്ളം വെച്ചു. അപ്പൊ ശിവൻകുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ എന്നാലും തോറ്റ്, നീ ആ കുഴപ്പത്തിലാണ്, എനിക്കറിയാം. നീ എന്നാലും നമ്മളെ ഉമ്മൻചാണ്ടിയെ തോൽപ്പിക്കാൻ ചട്ടി പൊക്കി കാണിച്ചവരാണല്ലോ. ഒരു കാര്യം ചെയ്യും, നിന്റെ ഭാര്യ PSC മെമ്പറാക്കുകയും ചെയ്തു. ആരാണ് PSC മെമ്പർ? തിരുവനന്തപുരത്തുള്ള PSC മെമ്പറുടെ പേരെന്താ? പാർവതി. ആരാണ് പാർവതി? ശിവൻകുട്ടിയുടെ പ്രിയപ്പെട്ട പ്രിയതമ. ആ പ്രിയതമയ്ക്ക് ജോലി കൊടുത്തു. എവിടെയാ? PSC മെമ്പർ. എന്റെ പ്രിയപ്പെട്ട ഡിവൈഎഫ്ഐക്കാരാ, ശിവൻകുട്ടിയുടെ ഭാര്യ, AK ബാലന്റെ ഭാര്യ, കോടിയേക്കോടിന്റെ മോൻ, ആനത്തലവട്ട മംഗത്തിന്റെ മോൻ, EP ജയരാജന്റെ പെണ്ടാട്ടിയുടെ ചേച്ചിയുടെ മോൻ, അതുപോലെ EP ജയരാജന്റെ ചേട്ടൻ ജനാർദ്ദനന്റെ പ്രിയപ്പെട്ട മോന്റെ ഭാര്യ ദീപ്തി, നിശാന്തിനി, ഹറോൾഡ്, വിനോദ് എന്ന് വേണ്ട സകലമാന പേർക്കും തൊഴിലാണ്. ഇവിടെ പോസ്റ്റർ വലിച്ചീറണമെങ്കിൽ ജോലിയുണ്ടോ? ഇടവയിലെ പോസ്റ്റർ വലിച്ചീറുന്ന ഡിവൈഎഫ്ഐക്കാരന് ജോലിയുണ്ടോ? ഇല്ല. ഇടവയിലെ കോൺഗ്രസുകാരനെ കാണുമ്പോൾ ചീത്ത വിളിക്കുന്നവർ ജോലിയുണ്ടോ? ജോലിയില്ല. ഇടവയിലെ പന്തകുളത്തിൽ പ്രതിഷേധമായി നടത്തുന്ന CITUക്കാരുടെ മക്കൾക്ക് ജോലിയുണ്ടോ? ജോലിയില്ല. ഇതിനേക്കാളുപരി ഇവിടെ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ച അടികൊണ്ട് നെഞ്ച് കലങ്ങി മരിച്ചുപോയ രക്തസാക്ഷികളായിട്ടുള്ള ആരുടെയെങ്കിലും മക്കൾക്ക് തൊഴിൽ കൊടുത്തോ? ഇല്ല, കൊടുത്തിട്ടില്ല. നിന്റെ ജോലി എന്താണ്? ജോലിക്ക് പോലില്ല. നിന്റെ ജോലി എന്താണ്? കൊടി പിടിക്കലാണ്. നിന്റെ ജോലി എന്താണ്? സമരം വിളിക്കലാണ്. നിന്റെ ജോലി എന്തിനാണ്? ഇടികൊള്ളലാണ്. നിന്റെ ജോലി എന്തിനാണ്? അക്രമം നടത്തലാണ്. നിന്റെ ജോലി എന്തിനാണ്? പാർട്ടി വളർത്തലാണ്. പാർട്ടി വളർത്താൻ ഞങ്ങളും, പാർട്ടിയുടെ ഗുണം കിട്ടാൻ തമ്പുരാക്കന്മാരുടെ മക്കളും. ഇതല്ലേ പ്രിയപ്പെട്ടവരെ സ്ഥിതി കേരളത്തിൽ? ഇതല്ലേ സ്ഥിതി? ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഇപ്പൊ ആളുകൾ പല സ്ഥലത്തും വന്നിട്ട് പറയാൻ വന്നിരിക്കുന്നു, ആ ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോഴെന്താണെന്നറിയോ? ഇന്നലെ ഇപ്പോ DGP ഒരു പുതിയ ഉത്തരവിട്ടിരിക്കുകയാണ്. ഇനി മുതൽ ഷേവ് ചെയ്യരുത്. ആരെ? മുടി നീട്ടി വളർത്തിയവന്മാരെ ഷേവ് ചെയ്യാൻ പാടില്ലത്രേ. എന്താ കാര്യം? പാവറട്ടി, തൃശ്ശൂരിലെ പാവറട്ടിയിൽ വിനയൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മുടി നീട്ടി വളർത്തി ഇവിടെ കടലിൽ അവിടെ വരെ കിടന്നു. അവിടുത്തെ SIക്ക് ആകെ കുഴപ്പമായി. പണ്ട് പുലിക്കോടൻ നാരായണൻ SI ഉണ്ടായിരുന്നു. അയാള് മുടി മുറിക്കാൻ തുടങ്ങിയപ്പോഴാണ് പന്നിന്റെ മുടി നീട്ടിയത്. അങ്ങനെയാണ് കഥ, കേട്ടോ. അപ്പൊ പാവറട്ടിയിലെ വിനയൻ എന്ന് പറയപ്പെടുന്നവൻ മുടി നീട്ടി വളർത്തിയപ്പോ SIക്ക് ചെറുത്തു. അയാൾ എന്തറിയോ? പിടിച്ചോണ്ടിട്ടു, മുടിയും മുറിച്ചു, കവാലത്തിൽ അടിയും കൊടുത്തു. അവൻ പിറ്റത്ത് കയറി തൂങ്ങി. ഇന്നലെ DGPയുടെ പുതിയ ഉത്തരവ്, മുടി കാലിന്റെ നഖം വരെ നീണ്ടു കിടന്നാലും നിങ്ങൾ തിരിഞ്ഞു നോക്കാൻ പാടുള്ളതല്ല. പ്രത്യേക സ്പെഷ്യൽ ഉത്തരവാണ്. ഇങ്ങനെയും ഒരു DGP ഉണ്ടാവും. ഇങ്ങനെയും ഒരു DGP ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കണം. ഇപ്പൊ എല്ലാരും പറഞ്ഞു തുടങ്ങി, ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇവിടെ നമ്മുടെ മറ്റേ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പേരെന്താണ്? ശൈലജ ടീച്ചർ. അവരോട് ചോദിച്ചു, പനി വല്ലാതെ കൂടുകയാണല്ലോ, കൊതുക് പരക്കുകയാണല്ലോ, നടപടിയൊന്നും ഇല്ലേ ടീച്ചറെ? ഉടനെ പറയാണ്, കാരണമുണ്ട്. ഇതാണ് കാരണം. ഈ കൊതു ഞങ്ങളുടെ കാലത്തെ കൊതുവല്ല, ഇത് ഉമ്മൻചാണ്ടിയുടെ കാലത്തെ കൊതുവാണ്. മന്ത്രി പറഞ്ഞ ഉത്തരാണ് ഇത്. LDFന്റെ കാലത്തെ കൊതുവല്ല, ഇത് UDFന്റെ കാലത്തെ കൊതുവാണ്. അതുകൊണ്ട് ഉമ്മൻചാണ്ടി രാജിവെക്കണം. എന്ത് രാജിവെക്കണം? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയോ, ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും തുറന്നു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വർക്കല കഹാർ MLA കൊണ്ടുവന്ന എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതിന്റെ പുറത്തെല്ലാം ചുരണ്ടി എഴുതി വെക്കും ജോയ്. അതിലൊക്കെ ചുവപ്പടിച്ചു വെക്കും. എന്താണ്? കണ്ടവന്റെ കൊച്ചിനെ എടുത്ത് ഇങ്ങനെ താരാറ്റി കയ്യിൽ വെച്ചിട്ട് വാവേ വാവേ എന്ന് വിളിച്ചാൽ കൊച്ചച്ചാന്ന് വിളിക്കോ? ജോയ് വിളിക്കോ? കൊച്ചിനൊരു പിതാവ് ഉണ്ടെങ്കിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ ഉദയസൂര്യനെ പോലെ ഇടവയിലും ഓടയത്തും ചെറുന്നിയൂരും നിലകമണ്ണിലും ഒറ്റൂരിലും ഇടവയിലും കത്തിക്കാളുന്ന രാത്രിയിലെ സൂര്യനുണ്ടല്ലോ, ഈ സൂര്യൻ, ഈ കാണുന്ന ഹൈമാസ്റ്റ് ലൈറ്റ്, അതിലൊരു പിതാവുണ്ടെങ്കിൽ ഒറ്റ പിതാവേ ഉള്ള പ്രിയപ്പെട്ട ഡിവൈഎഫ്ഐക്കാരാ, അത് വർക്കല കഹാർ എന്ന് പറയപ്പെടുന്ന പിതാവാണ്, ജോയിയുടെ പിതാവല്ല. നിങ്ങൾ തിരിച്ചറിയണം.
റോഡ് മുഴുവൻ ഇപ്പോൾ ഉദ്ഘാടനം നടത്തിയിട്ട് പറയുന്നത് ഇതെല്ലാം നമ്മുടേതാണ് പോട്ടെ, വിഷയമില്ല. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, ഉമ്മൻചാണ്ടിയെ കൊത്തിപ്പറിച്ചില്ലേ മാധ്യമ പ്രവർത്തകന്മാര്? വളഞ്ഞ വടിയും കൊടിയുമായി വന്നിട്ട് ചോദ്യങ്ങളുടെ ശരമായി തീർത്തു. എല്ലാ ചോദ്യങ്ങളും ചോദിച്ചു. പൂവൻ കോഴി കൊത്തുന്നത് പോലെ കൊത്തി. എല്ലാ പല ചോദ്യങ്ങൾ ചോദിച്ചു. ഉമ്മൻചാണ്ടി ആരെയും തെറി പറഞ്ഞില്ല, ക്ഷമാണെന്ന് ആരെയും പറഞ്ഞില്ല. എല്ലാ ചോദ്യങ്ങൾക്കും പുഞ്ചിരിയോടെ ഉത്തരം നൽകി. തന്റെ കുടുംബത്തെ അപമാനിച്ചു, മിണ്ടിയില്ല. തന്നെ കല്ലെറിഞ്ഞു, പാറക്കല്ലെറിഞ്ഞ് നെഞ്ചു പൊട്ടിച്ചു, മിണ്ടിയില്ല. അദ്ദേഹത്തെ അധിക്ഷേപിച്ചു, മിണ്ടിയില്ല. കോൺഗ്രസിന്റെ സംസ്കാരമായിരുന്നു. എന്നാൽ ഇപ്പോഴോ മാധ്യമ പ്രവർത്തകന്മാരെല്ലാം മുണ്ടും പറിച്ചോടുകയാണ്. തറയിൽ നിൽക്കാൻ അനുവാദം കൊടുക്കുന്നില്ല. ഇന്ന് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ വിചാരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി ആയിരുന്നുവെങ്കിൽ. പ്രിയപ്പെട്ടവരെ, നിൽക്കറിയോ ഇടവയിലേക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ശരി, നമ്മൾ ലോട്ടറി ടിക്കറ്റ് വിറ്റിട്ടാണ്, നമ്മുടെ കാരുണ്യ ലോട്ടറി ടിക്കറ്റ് വിറ്റിട്ട് 2 ലക്ഷം രൂപയാണ് ഹാർട്ട് രോഗികൾക്ക് കൊടുത്തത്. ഇടവയിൽ, വർക്കലയിൽ, ആറ്റിങ്ങലിൽ, കേരളത്തിലെമ്പാടും 10,000 ആളുകൾക്ക് 2 ലക്ഷം രൂപ ഹാർട്ട് ഓപ്പറേഷന് വേണ്ടി കൊടുത്ത കാരുണ്യം പദ്ധതി ഈ സംസ്ഥാനത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സഹായ ഹസ്തമായിരുന്നു കാരുണ്യം. ഇപ്പൊ അതുണ്ടോ? കാരുണ്യം നിർത്തലാക്കി. ക്യാൻസർ രോഗികൾ, ഇവിടെ ഏതെങ്കിലും ഒരു ഇടവകയിൽ ഏതെങ്കിലും ഒരു പ്രാന്തപ്രദേശത്ത് ഒരു പാവപ്പെട്ടവന് ക്യാൻസർ വന്നാൽ വീടും പുരയിടവും പണയം വെച്ചിട്ടാണ് അച്യുതാനന്ദന്റെ കാലത്ത് ഹോസ്പിറ്റലിൽ പോയിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി പറഞ്ഞു, കടന്നു വരൂ, നിങ്ങളുടെ മുഴുവൻ ചികിത്സയും ഫ്രീ ആണ്. പദ്ധതിയുടെ പേര് സുഹൃതം എന്നാണ്. പദ്ധതിയുടെ പേര് സുഹൃതം. ഇതുണ്ടോ? സുഹൃതമുണ്ടോ? സുഹൃതം നിർത്തലാക്കി. സുഹൃതം നിർത്തലാക്കി. ആയിരക്കണക്കിന് ആളുകളെ നേരിട്ട് വന്ന് കാണുന്ന, വില്ലേജ് ഓഫീസർമാരെ പോലെ താഴോട്ട് വന്ന് കാണുന്ന, ശ്രീ തിരുനാൾ രാജാവിന് ശേഷം സ്പീഡ് ഡ്രിൽ നടത്തിയ കെ കരുണാകരന് ശേഷം താഴോട്ടൊരു ഭരണാധികാരി വന്നിട്ട് താഴെത്തട്ടിലെ പാവപ്പെട്ടവന്റെ കണ്ണുനീര് കൈലേസ് കൊണ്ട് ഒപ്പിയെടുത്ത് മാറ്റിയിട്ട് 10,000 കണ്ണുനീരുള്ള മാറ്റിക്കൊടുത്തുകൊണ്ട് അവർക്ക് ആശ്വാസമെടുത്ത് ചെക്കുകൾ കൊടുത്ത ജനസമ്പർക്ക പരിപാടി ലോകത്തിലെ വലിയ വിപ്ലവമായിരുന്നു. ലോകത്തിലെ വലിയ വിപ്ലവമായിരുന്നു. ഇപ്പൊ നിങ്ങൾ സ്വർണം കൊണ്ടുവന്ന് കളഞ്ഞിട്ട് മുക്കുമണ്ഡം എടുത്തുകൊണ്ട് നടക്കുന്ന ജനങ്ങളായി കേരളത്തിലെ ജനങ്ങൾ. നിങ്ങൾക്കറിയോ ജനസമ്പർക്ക പരിപാടി ഇപ്പൊ ഉണ്ടോ? ജനസമ്പർക്ക പരിപാടി ഇല്ല. ഉമ്മൻചാണ്ടിയെ കാണാൻ രാത്രി 2 മണിക്ക് ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ, നിങ്ങൾക്കറിയോ എത്രയോ പാവങ്ങൾ, ഒരു കോൺഗ്രസുകാരന്റെ കത്തും വേണ്ട, ആരുടെ ഔദാര്യം വേണ്ട, നേരിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് പോയാൽ രാത്രി 2 മണിക്ക് ഉറക്കമെഴുന്നേറ്റിരുന്ന് ഒരു മുഖ്യമന്ത്രി എന്ത് കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വർക്കലയിൽ നിന്നാണ്, ഇടവയിൽ നിന്നാണ്, ശങ്കരനാരായണൻ എന്നാണ് പേര്, എന്താണ് കാര്യം, എന്റെ മകന്റെ കാര്യമാണ്, ഹാർട്ട് ഓപ്പറേഷനാണ്, പ്രശ്നമാണ്, എടുക്കും അപേക്ഷ എടുത്തു വെച്ച് ക്യാബിനറ്റിൽ വെച്ച് പാസ്സാക്കി 3 ലക്ഷവും 4 ലക്ഷവും 12 ലക്ഷവും കൊടുക്കുന്ന മുഖ്യമന്ത്രി. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം സെക്രട്ടറിയുടെ മുമ്പ് നിൽക്കുമ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് വരികയാണ്. ഓടി കതറായാലും കൊണ്ട് ഓടി എന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു കയറ്റിവിടുന്നില്ല. ഞാൻ കേട്ട എന്താ കാര്യം? അത് സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു കയറ്റിവിടണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ പറയാൻ കാര്യം? അത് മന്ത്രി ആളുകളെ കാണില്ലത്രേ. ഏത് മന്ത്രി? പിണറായി മന്ത്രി. തമ്പുരാൻ ആളുകളെ കാണുന്നില്ലത്രേ. ഞാൻ അവരെ വിളിച്ചുകൊണ്ട് കയറിപ്പോയി. നിങ്ങളൊക്കെ ഫേസ്ബുക്കിലൂടെ കണ്ടു കാണും, ലൈവായി കണ്ടു കാണും. ഞാൻ അവരെ വിളിച്ചുകൊണ്ടുപോയി. ഞാനിങ്ങനെ പോയിട്ട് പറഞ്ഞു മറ്റൊരിടത്ത് ലൈവ് ഇടാൻ പറഞ്ഞു. ലൈവ് ഇട്ടു, ലോകം മൊത്തം കാണട്ടെ എന്ന് പറഞ്ഞു. ഞാൻ സെക്യൂരിറ്റി ഓഫീസറോട് പോയപ്പോ ആ മാന്യനായ മനുഷ്യൻ ഓടിപ്പാൻ അടുത്ത് വന്നു. എന്നെ കണ്ടപ്പോ ചാനലിലൊക്കെ കണ്ട പരിചയമുണ്ട്. ചാനൽ ചർച്ചയ്ക്ക് പറഞ്ഞ ആളല്ലേ ചോദിച്ചു. ആളെന്ന് പറഞ്ഞു. ഞാൻ കേട്ടു ഇവരെന്താ കയറ്റിവിടാത്തത്? അല്ല സാർ, അത് മന്ത്രി പറഞ്ഞിട്ടുണ്ട് ആളുകളെ കാണണ്ട, ഈ അപ്പുറത്ത് ഒരു കൗണ്ടർ വെച്ചിട്ടുണ്ട്, അവിടെ അപേക്ഷ കൊടുത്തിട്ട് പോയാൽ നടപടി ഉണ്ടാവുന്നതാണ് പറയുന്നത്. ഞാൻ കേട്ടെന്താ മന്ത്രിയെ കണ്ടാൽ എന്താ കുഴപ്പം? അല്ല, മന്ത്രി ആളുകളെ കാണണമെങ്കിൽ 15 ദിവസം മുമ്പെങ്കിലും അപ്പോയിന്റ്മെന്റ് കൊടുക്കണം എന്നാണ് പറയുന്നത്. 15 ദിവസം മുമ്പ് അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ട് കണ്ടില്ല, കാണണമത്രേ. കേരളത്തിലെ മുഖ്യമന്ത്രിയെ നിങ്ങൾ ആലോചിച്ചോ? ഉമ്മൻചാണ്ടിയെ കാണാൻ ഒരു ദിവസത്തെ അപ്പോയിന്റ്മെന്റ് വേണ്ടായിരുന്നു കേരളക്കാരെ, ഇടവക്കാരെ. ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ 15 ദിവസം മുമ്പ് അപ്പോയിന്റ്മെന്റ് വെക്കണം. ഒരു മിനിറ്റേ കിട്ടൂ. 1.25 മിനിറ്റാവും മുഖ്യമന്ത്രി മുഖത്ത് നോക്കും. ആളുകൾക്ക് കാണാൻ കിട്ടുന്നില്ല, ജനങ്ങൾക്ക് കാണാൻ കിട്ടുന്നില്ല, മാധ്യമങ്ങളെ കാണുന്നില്ല, പത്രസമ്മേളനം നടത്തുന്നില്ല, പത്രക്കാരെ കാണുന്നില്ല. ദാർഢ്യമാണ്, അഹങ്കാരമാണ്, തുള്ളിക്കുളമ്പുകയാണ് പിണറായി വിജയൻ. ഞാൻ പറയട്ടെ, കേരളത്തിൽ ശ്രീമാൻ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. പാവങ്ങളെ കണ്ടു, പാവങ്ങൾക്ക് ആശ്വാസം കൊടുത്തു. നിങ്ങൾക്കറിയോ 648 കുട്ടികൾ ആദ്യമായിട്ട് ഉമ്മ എന്നും അമ്മ എന്നും അച്ഛ എന്നും വിളിച്ച പദ്ധതിയാണ് ശ്രുതി തരംഗം. ശ്രുതി തരംഗം. കോക്ലിയർ എന്ന് പറയുന്ന യന്ത്രം ചെവിക്കകത്ത് ഫിറ്റ് ചെയ്ത് 6 ലക്ഷം രൂപയാണ് ഒരു കുട്ടിക്ക്. 6 ലക്ഷം രൂപയുടെ യന്ത്രം ചെവിക്കകത്ത് ഫിറ്റ് ചെയ്തിട്ട് അതിലൂടെ കുട്ടികളെ കൊണ്ട് കേൾക്കാനും സംസാരിക്കാനും. ആ യേശുദാസ് പറഞ്ഞെന്താണെന്നറിയോ? ഒരു കുട്ടി 6-ാമത്തെ വയസ്സിൽ അമ്മ എന്ന് വിളിച്ചപ്പോ
അമ്മ എന്ന് വിളിച്ചപ്പോ യേശുദാസിന്റെ കണ്ണിലൂടെ ഇങ്ങനെ കണ്ണുനീര്